തന്നെയാണ്. ഒരുപാട് കൊഴിഞ്ഞു പോക്ക് കൂടി ഉണ്ടായ സമയങ്ങൾ കടന്നു പോകുന്ന ഒരു സുധാകര ചരിതം കൂടിയുണ്ട് അവിടെ. ജി സുധാകരൻ ഇത്തവണ കൂട് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകുന്ന ആലപ്പുഴയുടെ മണ്ണാണ്. തൊഴിലാളി വർഗ്ഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ശബ്ദങ്ങൾ ഉയർന്ന സമയമാണ്. സുധീഷ്, ഇനി 1 മണിക്കൂർ പോലും ഇല്ല. സമയം 7:03 കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1 മാസം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ പെട്ടി പൊട്ടിക്കുകയാണ്. വലിയ പ്രതീക്ഷകളാണ് ഓരോ മുന്നണിയും കാത്തു വയ്ക്കുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന ഹരിപ്പാടും ചെങ്ങന്നൂരുമൊക്കെ ആരാവും വിജയിക്കുക എന്നത് പ്രവചനാതീതമാണ്. ഇവിടെ ഇതിന് വോട്ടെണ്ണലിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞ് കൃത്യമായ നിയന്ത്രണങ്ങളോടും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളോടുമെല്ലാമാണ് വോട്ടെണ്ണൽ നടപടികൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ SD കോളേജിലാണ്. ഇവിടെ 2 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. അത് കുട്ടനാടും അമ്പലപ്പുഴയും. മൊത്തം ആലപ്പുഴ ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. അതിൽ മാവേലിക്കര ബിഷപ്പ് കോളേജിലാണ് ഹരിപ്പാട്, കായംകുളം, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ, മാവേലിക്കര ഈ 4 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴയിലാണ് അരൂര്, ചേർത്തല, ആലപ്പുഴ എന്നീ 3 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. ഞാൻ നിൽക്കുന്നത് അമ്പലപ്പുഴയുടെയും കുട്ടനാടിൻ്റെയും വോട്ട് എണ്ണുന്ന ആലപ്പുഴ SD കോളേജിലാണ്. ഇവിടെയും സ്ട്രോങ് റൂം തുറന്ന് ഈ വോട്ടിൻ്റെ സാമഗ്രികളെല്ലാം തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ട്രോങ് റൂം തുറന്ന് ഈ സാമഗ്രികളെല്ലാം പുറത്തേക്കെടുക്കും. ഇത് 17 റൗണ്ടുകളാവും കുട്ടനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണലിന്. അതോടൊപ്പം 14 റൗണ്ടുകളായിരിക്കും അമ്പലപ്പുഴ മണ്ഡലത്തിൽ എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ അമ്പലപ്പുഴയിലും അതോടൊപ്പം തന്നെ ചെങ്ങന്നൂരും കായംകുളത്തും 15 റൗണ്ടുകൾക്കുള്ളിൽ നിൽക്കുന്ന വോട്ടെണ്ണലാവും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാക്കി എല്ലായിടത്തും 17 റൗണ്ടുകൾ പൂർത്തീകരിക്കേണ്ടി വരും. എന്തുതന്നെയായാലും ഇതിൽ അരൂർ, കായംകുളം, അതോടൊപ്പം തന്നെ ആലപ്പുഴ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങളാണ് ചെങ്ങന്നൂരും അതോടൊപ്പം തന്നെ ഹരിപ്പാടും. മാവേലിക്കരയും അതോടൊപ്പം തന്നെ ചേർത്തലയും അല്പം മുന്നേറ്റം LDF-നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആലപ്പുഴയിലെ ജനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികവും തൊഴിലാളി വർഗ്ഗങ്ങളാണ്, നെൽകർഷകരുടെ നാടാണ്. പക്ഷേ ഈ നെല്ല് സംഭരണം ഏറ്റെടുത്തിട്ടില്ല. 2024 ബജറ്റ് ഒന്ന് നോക്കൂ. ബജറ്റിൽ കൃത്യമായി ആലപ്പുഴയോടുള്ള അവഗണന അത് കാണാം. LDF-നൊപ്പം നിന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പക്ഷേ 2026 ആ ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിനൊരു പരിഹാരമില്ല. മത്സ്യത്തൊഴിലാളികൾ ഏറെ ഉള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. എവിടെയാണ് ഈ പുനർഗേഹം പദ്ധതി? എവിടെയാണ് ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോൾ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവിടുത്തെ ജനതയ്ക്ക് കഴിഞ്ഞു? ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായി വാർത്ത നൽകുകയാണ്. നെല്ല് സംഭരണം താറുമാറായി, നെൽകർഷകർ പ്രതിസന്ധിയിലാണ്. കാര്യം പറയുമ്പോൾ ആലപ്പുഴയിൽ മാത്രമല്ല പാലക്കാടും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നമ്മൾ ഒരുപാട് നെൽകർഷകരുടെ കണ്ണീർ വാർത്തകളാക്കിയതാണ്. അവരുടെ കണ്ണുനീർ ജനം TV-യിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. എന്തായാലും സുധീഷ്, ആലപ്പുഴയിലെ സാഹചര്യം പറയാം. രാഹി, അശ്വതി, ആലപ്പുഴയിലെ ഒരു സാഹചര്യം പറയുമ്പോൾ ഒരു മണ്ഡലത്തിലും അടിസ്ഥാന പ്രശ്നങ്ങൾ, ആ മണ്ഡലത്തിലെ എന്താണ് ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കുട്ടനാട്ടിലെ തന്നെ പറയുകയാണെങ്കിൽ കുട്ടനാട്ടിലെ നെല്ല് സംഭരണം, ആ നെല്ല് സംഭരിക്കാൻ തയ്യാറാകുന്നില്ല. സംഭരിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് വില കൊടുക്കാൻ പറ്റുന്നില്ല. മടവീഴ്ചയിലും മറ്റും ഉണ്ടായിട്ടുള്ള കർഷകർക്കുണ്ടായ നഷ്ടം, അതിനുള്ള നഷ്ടപരിഹാരം യഥാസമയം കൊടുക്കുന്നില്ല. ഈ കൃഷിക്കായി പാടശേഖരങ്ങൾ ഒരുക്കുന്നതിനുള്ള സർക്കാർ സഹായങ്ങൾ അത് കൃത്യമായി കൊടുക്കുന്നില്ല. നല്ല വിത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു തരത്തിലും കാർഷിക മേഖല നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 5 രൂപ 1 പൈസയാണ് കേന്ദ്ര സർക്കാർ നെല്ലിൻ്റെ താങ്ങുവില ഇനത്തിൽ വർദ്ധിപ്പിച്ച് നൽകിയത്. ഈ 5 രൂപ 1 പൈസയും സംസ്ഥാന സർക്കാർ എടുക്കുകയല്ലാതെ ഇത് കർഷകർക്ക് കൊടുത്തിട്ടില്ല. അതായത് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരുന്ന സഹായം, നെൽകർഷകർക്ക് നൽകിയ സഹായത്തിൽ നിന്നും എത്രയാണോ കേന്ദ്രം വർദ്ധിപ്പിച്ച് നൽകിയ തുക, ആ തുക കുറച്ചുകൊണ്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞ ചൂഷണം തന്നെയാണ് കർഷകർക്ക് മേൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ എല്ലാം തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീരദേശ മേഖല നോക്കിയാൽ നിരവധിയിടത്ത് ഇപ്പോഴും സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ നിരവധി പേർ ഇപ്പോഴും സ്വന്തം വീടില്ലാതെ പലയിടങ്ങളിൽ
മണ്ഡലങ്ങളിലായി റെയിൽവേ പുറമ്പോക്കിൽ അടക്കം കഴിയേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ കുടിവെള്ളക്ഷാമം അത് എല്ലാ മണ്ഡലങ്ങളിലും അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രളയത്തിന് ശേഷം ഈ പ്രളയത്തെ ഇനിയും ഉണ്ടാവാതിരിക്കുക, ഇല്ലെങ്കിൽ അതിന് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി വിയ്യപുരം മുതൽ ഇങ്ങോട്ട് ഡ്രഡ്ജിങ് നടത്തി പുഴകളിലും മറ്റും നിറഞ്ഞിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യും. സുധീഷ്, എന്തായാലും സുധീഷ് ആലപ്പുഴയുടെ സമഗ്രമായ ഒരു ചിത്രമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.